ഓക്കെ ശരി, ശരി, ഓക്കെ ശരി, തീർച്ചയായിട്ടും ഡോക്ടർ മോഹൻ വർഗീസ് അങ്ങനെ ഒരു പോയിന്റ്, അതായത് ഇപ്പോൾ ഉമർ നബി ഭട്ടിന്റെ വീട് സ്ഫോടന അത് തകർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബുൾഡോസർ ഇട്ട് തകർക്കുന്നത് ഇത് ഒരു പ്രതികാരം കാണിക്കുകയാണെന്നുള്ള ഒരു സന്ദേശം ഒരുപക്ഷെ ഈ കാശ്മീരികളെ മുഴുവൻ മാറ്റി നിർത്തുകയാണ്, അങ്ങനെ ഒരു നറേറ്റീവ് അതിനകത്ത് ഉണ്ടാകുമോ? ഇതിനൊരു റൂട്ട് കോസ് കണ്ടെത്തണ്ടേ? ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ളവർ ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന്റെ സ്ലീപ്പർ സെല്ലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പുറത്തുനിന്ന് തീവ്രവാദത്തിനുള്ള സഹായവും വാഗ്ദാനവും ആയുധങ്ങളും ഒഴുകുന്നത് കൊണ്ട് മാത്രം ആൾക്കാർക്ക് മോട്ടീവ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമില്ലേ? അത് വളരെ ന്യായമായ ചോദ്യമാണ് അപർണ. ഇവിടെ നോക്കൂ, ഇവിടെ മോട്ടീവ്സ് എന്താണ്? ഒരു ജനത അല്ലെങ്കിൽ ഒരു ജനതയുടെ, കാശ്മീർ ജനതയുടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ആയുധം കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിൽ ഇടപെടാൻ പാകിസ്ഥാന്റെ സഹായത്തോടെയോ അല്ലാതെയോ തയ്യാറാകുന്നു എങ്കിൽ അതിന്റെ റൂട്ട് കോസിലേക്ക്, ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങളിലേക്ക് മാത്രമല്ല അതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് കൂടി കണ്ണ് പായിക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ നബി ഭട്ടിന്റെ കാശ്മീരിലെ ഭവനം, അതായത് പുൽവാമയിലെ അദ്ദേഹത്തിന്റെ ഭവനം, അത് ഇടിച്ചു നിരത്തുകയാണ്. അത് നമുക്കൊരു നിയമവാഴ്ചയില്ലേ? നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആരോപണ വിധേയനാണ് അദ്ദേഹം, തീവ്രവാദി ആയിക്കൊള്ളട്ടെ, ഭീകരനായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ടതല്ലേ? അല്ലാതെ ഈ കൊല്ലപ്പെടുന്ന ഭീകരരുടെ ആശ്രിതരുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ, ഫിസിക്കൽ പ്രോപ്പർട്ടി ഇടിച്ചു നിരത്തുന്നത് ഒരു പരിധിവരെ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. ഇത് ചെയ്യുന്നത് നിയമപാലകന്മാരായ പോലീസും കൂട്ടരും തന്നെയാണ്. അത് തീർച്ചയായും സ്വാഗതാർഹമായ ഒരു കാര്യമല്ല, യാതൊരു സംശയവുമില്ല. ഇനി നേരത്തെ നടന്ന ഒരു ഡിബേറ്റ്, നേരത്തെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിന് പരസ്പരം രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം, ഇത് കോൺഗ്രസ് കാലഘട്ടത്താണ് തീവ്രവാദം ഉണ്ടായത്, അതായത് BJPയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ വർദ്ധിച്ചു വന്ന തീവ്രവാദം സുരക്ഷാ വീക്ഷണം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ട് ഞാൻ കൗതുകത്തോടെ ഇരിക്കുകയായിരുന്നു. ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ ആവില്ല. ദേശീയ സുരക്ഷ കോൺഗ്രസിനും BJPക്കും ഇടതുപക്ഷങ്ങൾക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. മനഃപൂർവ്വമായി ഒരു രാഷ്ട്രീയ കക്ഷിയും ഭീകരത വളർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്നത് നിശ്ചയമായും പറയാം. പക്ഷേ ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോൾ കാശ്മീരിലെ ജനങ്ങളുടെ ഒരു ആശയ അഭിലാഷങ്ങൾ വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നില്ല എന്ന ഒരു തോന്നൽ 1948 മുതൽ തന്നെ ഉണ്ട്. അത് പല സമയങ്ങളിലായി കാശ്മീർ ജനത തെരഞ്ഞെടുത്ത വസീർ ഇ അസം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനമന്ത്രി ഇതായിരുന്നു ആദ്യത്തെ പേര്, അവരെയൊക്കെ പിരിച്ചുവിടുക, ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആർട്ടിക്കിൾ 356 ഉപയോഗിക്കപ്പെട്ടത് കാശ്മീർ സംസ്ഥാനത്തിനെതിരെയാണ്. അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ വന്നതാണ്. അത് മാത്രമല്ല, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ എത്ര പ്രാവശ്യമാണ് പിരിച്ചുവിട്ടത്? അപ്പോൾ കാശ്മീരിലെ അന്നത്തെ 70-കൾ ആ സമയത്താണ് തീവ്രവാദം തഴച്ചു വളർന്നത്. 80-കളുടെ മധ്യത്തിലാണ് വൻതോതിൽ തീവ്രവാദം, കാശ്മീർ തീവ്രവാദം. പഞ്ചാബായിരുന്നു ആദ്യത്തെ പ്രഭവ കേന്ദ്രം. 80-കളുടെ അവസാനമായപ്പോൾ കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരത അവിടെ തലമുക്കാണ്. JKLF-ന്റെ ഒക്കെ ആ കാലത്തെ ഒരു പ്രഭാവം ഞാൻ ഓർക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു ഹർട്ട് ഫീലിംഗ് ഉണ്ടായി കാശ്മീരി ജനതയുടെ യുവത്വത്തിന്. പഴയ തലമുറയുടെ പക്ഷേ മറ്റൊരു രീതിയിലാവും ചിന്തിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ there is no future for us in India എന്ന ചിന്ത ഉണ്ടായി. അതിൽ നിന്നാണ് ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ആയുധമെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതും കൃത്യമായി അവർക്ക് പരിശീലനവും സഹായവും സഹകരണവും എല്ലാം തന്നെ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഇത് പാകിസ്ഥാനിൽ നിന്ന് മാത്രമുള്ള നുഴഞ്ഞുകയറ്റമാണ് എന്ന് എക്കാലത്തും വിശ്വസിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ ഒരു വികാരം വളർന്നു വരുന്നുണ്ട് എങ്കിൽ അത് അഡ്രസ് ചെയ്യപ്പെടണം. ഹർട്ട് ഫീലിംഗ് എന്നത് കാശ്മീർ ജനതയുടെ ഹർട്ട് ഫീലിംഗ് അഡ്രസ് ചെയ്യപ്പെടണം. നമ്മുടെ ഫെഡറലിസത്തിന്റെ തന്നെ ബേസ് എന്താണ്? നമ്മുടെ ഒരു ലിംഗ്വിസ്റ്റിക് ഫെഡറലിസമാണ്. അവിടെ ഒരു വ്യത്യസ്തമായ ഒരു മതവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള സംസ്ഥാനം കാശ്മീരാണ്. അപ്പൊ ഫെഡറൽ ഇന്ത്യക്ക് ഒരു സോളിഡിറ്റി, വൈവിധ്യം, സ്റ്റെബിലിറ്റി എല്ലാം നൽകാൻ കാശ്മീർ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. കാശ്മീർ ജനതയെ വേദനിപ്പിക്കുന്ന തീരുമാനങ്ങൾ ആരെടുത്താലും, ഈ BJPയുടെ കാലം നോക്കൂ, ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യുമ്പോൾ കാശ്മീർ ജനത അതിനോട് ഒരു വിഭാഗം ആളുകൾ അതിനെ സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് ലഡാക്ക് ഭാഗത്തുള്ള ആളുകൾ അതിനെ സ്വാഗതം ചെയ്തു. കുറച്ചുകൂടി കേന്ദ്ര ഫണ്ടുകൾ കിട്ടും, കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകും, അത് സ്വാഗതം ചെയ്തു. അതുപോലെ കാശ്മീർ ജനതയുടെ നല്ല ഭാഗം അത് സ്വാഗതം ചെയ്തു. ജമ്മുവിലെ ആളുകൾ സ്വാഗതം ചെയ്തു. അതിനുള്ള കാരണം എന്താണ്? കൂടുതൽ സുരക്ഷ അവർക്ക് ലഭിക്കും, കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഒരു കൈവപ്പ് ഉണ്ടാകും.
അങ്ങനെ സ്വച്ഛന്തമായ ജീവിതം 99% ആളുകൾക്കും അവിടെ പ്രത്യേകത ഒന്നുമില്ല. അവർക്ക് സ്വച്ഛന്തമായി ജീവിക്കണം, അവിടെ ടൂറിസം ഉണ്ടാക്കണം, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം, വീടുകളിൽ തീ പുകയണം. അതാണ് പ്രധാനപ്പെട്ട ആഗ്രഹം. അല്ലാതെ പാകിസ്ഥാൻ പക്ഷമെന്നോ ഇന്ത്യ പക്ഷമെന്നോ ആ തീവ്ര രാഷ്ട്രീയമോ ഒന്നും തന്നെ അവർക്കുള്ളവരില്ല. ഏറ്റവും സമാധാനപ്രിയരായ ആളുകളാണല്ലോ കാശ്മീരികൾ. ചരിത്രപരമായി കാശ്മീരിയത്ത് എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവിടുത്തെ ഈ ബ്രാഹ്മൺ വിഭാഗം പണ്ഡിറ്റുകളും മുസ്ലിങ്ങളും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ഒരു മണ്ണാണ് കാശ്മീർ എന്ന് ഓർക്കണം. അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് പോലെ എക്കാലത്തും കലുഷിതമായ ഒരു മണ്ണായിരുന്നില്ല ചരിത്രപരമായ കാശ്മീർ. അതുകൊണ്ട് ഈ ഹത്ത് ഫീലിംഗ് ഉണ്ടാക്കിയതിൽ ആർട്ടിക്കിൾ 370 അബ്രിഗേഷൻ, അതുപോലെ അതിന് മുൻപുണ്ടായ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്തുണ്ടായ പിരിച്ചുവിടലുകൾ, ഇതെല്ലാം തന്നെ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് മുറിവുകൾ, കാശ്മീരി മനസ്സിൽ ഉണ്ടായ മുറിവുകൾ കുറേയേറെ പണം അങ്ങോട്ട് പമ്പ് ചെയ്തുകൊണ്ട് മാത്രം മാറില്ല. അവർ അംഗീകരിക്കപ്പെടണം. അവരെ തീർച്ചയായും കാശ്മീർ ജനതയെ അവരെല്ലാം ഭീകരന്മാരാണ്, അവരെല്ലാം ബോംബ് വെക്കുന്ന ഡോക്ടർമാരാണ്, RDX ഉപയോഗിക്കുന്നവരാണ്, നറേറ്റീവ് ഉണ്ടാകുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ട് കാശ്മീർ ജനതയെ ചേർത്ത് പിടിക്കാൻ, ഭീകരതയുടെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ, അവിടെ തന്നെ അവരെ ഒതുക്കാൻ, ആ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് വേണ്ടത്. അല്ലാതെ കതിരിൽ വളം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ തീവ്രവാദം സംഭവിക്കുമ്പോൾ അതിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് പോകണം, കൃത്യമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം, കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകുന്നില്ല എന്നോർക്കണം. രാഷ്ട്രാന്തര ശൃംഖല, പാകിസ്ഥാനുമായുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രദേശം വളരെ കലുഷിതമാണ്. കാരണം പാകിസ്ഥാൻ അതിർത്തിയിൽ നമ്മളൊരു ഡ്രില്ല് നടത്തിക്കൊണ്ടിരിക്കുകയാണ് 10 ദിവസം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇത് ISIയുടെ ഒരു ബന്ധം അത് പരിപൂർണമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് പറയുന്നില്ല, അത് സർക്കാർ വൃത്തങ്ങളും പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അത് മറച്ചു വെക്കുകയാണോ ഈ വിഷയത്തിൽ? ഒരു രാഷ്ട്രം എന്നതിനെ, ഒരു ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൃത്യമായി വിദേശകാര്യ മന്ത്രാലയത്തിനോ ആഭ്യന്തര മന്ത്രാലയത്തിനോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രിക്കോ കൃത്യമായ നിഗമനങ്ങളിൽ എത്താൻ കഴിയാതെ അതിന്റെ പിന്നിൽ പാകിസ്ഥാനാണ്, ISI ആണ് എന്ന് പറയാനാവില്ല. ജയ്ഷെ മുഹമ്മദുമായിട്ടാണ് ഇതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഒരു സ്ലീപ്പർ സെല്ല് പ്രവർത്തിക്കുന്നു എന്നാണ് പ്രഥമ നിരീക്ഷണം. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഔപചാരികമായി ജയ്ഷെ മുഹമ്മദിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവിടെ അറസ്റ്റിലായ ഒരു ലേഡി ഡോക്ടർ ഉണ്ടല്ലോ, ഷഹീൻ, ആ ഷഹീന്റെ ഒരു ബന്ധു കൂടിയാണ് മൗലാന മസൂദ് അസർ. അപ്പോൾ ഒരു പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ബുദ്ധി കേന്ദ്രം ഇന്ത്യയിലെ വനിതകളെ കേന്ദ്രീകരിച്ച് ഒരു വനിതാ ഭീകര സ്ക്വാഡ് ഉണ്ടാക്കാനും അതിന്റെ തലപ്പത്ത് ഈ ലേഡി ഡോക്ടറെ കൊണ്ടുവരാനും ഒക്കെ പദ്ധതി ഇട്ടതായി ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അതൊന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ച് പറയുന്നില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിച്ചാൽ അതിനർത്ഥം എന്താ? പോളിസി അനുസരിച്ച് അപർണ പാകിസ്ഥാനിലേക്ക് ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്ത വെയ്വ് എത്തുകയാണ്. അതുകൊണ്ടാണ് ഔപചാരികമായി ഇന്ത്യ ഗവൺമെന്റ് ഈ ഘട്ടത്തിൽ പറയുന്നതിന് കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട്. ജയ്ഷെ മുഹമ്മദ് ബന്ധം തെളിയിക്കാനായാൽ, ISI ബന്ധം തെളിയിക്കാനായാൽ തീർച്ചയായും പാകിസ്ഥാനിലേക്ക് ഒരിക്കൽ കൂടി ഇന്ത്യയിൽ നിന്നും വിമാനങ്ങളും മിസൈലുകളും അതാണ് അതിലേക്കാണോ എന്നുള്ള ഈ NIAയുടെ പ്രധാനപ്പെട്ട നിഗമനങ്ങൾ അതിലേക്കാണോ എന്നുള്ള ശ്രീ MS വേണുഗോപാൽ, ഈ NIAയുടെ ഇന്നത്തെ പുറത്തു വരുന്ന നിഗമനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ടർക്കി, മലേഷ്യ, ഇറാൻ ഈ രാജ്യങ്ങളൊക്കെയുള്ള മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ കാശ്മീരി ഡോക്ടർമാർക്ക് ISI പൈസ കൊടുക്കുന്നുണ്ട്. ആ തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഈ ആഗോള തരത്തിൽ പാകിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ജിഹാദ് എന്ന് പറയുന്നത് അത് പാകിസ്ഥാനുമായി കണക്ട് ചെയ്തിട്ടാണ് എന്ന് മുൻപ് വന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം നിൽക്കുന്ന ഒരു വിഷയം ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് അപ്പുറത്ത് ഡോക്ടർ ഉമറിന്റെ വീട് ബുൾഡോസർ ഇട്ട് നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കടക്കുക. പ്രകോപിപ്പിക്കുകയാണോ വേണ്ടത്? അതാണോ ഇത് റൂട്ട് കോസിനുള്ള പരിഹാരം എന്നുള്ളൊരു ചോദ്യമില്ലേ? ഇതിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രഹസനം